100%. ഇതിപ്പോൾ നോക്കൂ, 70 കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-നും ഒരു ഇലക്ഷൻ്റെ മുമ്പ് വരുന്നത് ഒരു സൂയിസൈഡ് മാത്രമല്ല, ഒരു ട്രാജിക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ. അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ഒരു വാക്ക് പറയണ്ടേ? 10 കൊല്ലം മുമ്പേ ശിവൻകുട്ടീൻ്റെ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കാം. അതെല്ലാം ഒരു എന്താ പറയുക, പണ്ട് കാലത്ത് നടന്ന ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമല്ലേ? ബീഹാറിൽ കണ്ടില്ലേ? അവിടെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്ന സർക്കസ് ചെയ്ത് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിതി എന്താണെന്ന്. ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. ഇതാണ് റിയാലിറ്റി. ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാവണ്ട, സാരില്ല, അത് നമുക്ക് ഗുണം. പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് ഞാൻ 100% ഉറപ്പ് എനിക്ക് ജില്ലാ പ്രസിഡന്റ് തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു. ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM-ൽ പറയുന്നവർ നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACP-ന് സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയേണ്ടത്, ഒരു നാണക്കേടാണ്. ഇതൊരു ട്രാജഡിയാണ്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല. പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഒരു ട്രാജഡിയാണ്. സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് അറിയാം. നവീൻ ബാബുവിനെ കുറിച്ച് ആരും മറന്നിട്ടില്ല. പിന്നെ കരുണാകരൻജീനെ ആരാണ് വഞ്ചിച്ചത്, ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്ന് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത്. ഇതിനെല്ലാം ഈ രാഷ്ട്രീയം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാനാണ് BJP മുമ്പോട്ട് പോകുന്നത്. വികസനം, അഴിമതിരഹിത ഭരണം, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെല്ലാം വെറുതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊരു ട്രാജഡിയാണ്, അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലിപ്പം മണ്ണ് മാഫിയയ്ക്കൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ അല്ല, അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും. ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം. ഞങ്ങളുടെ ഭാഗത്തിന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരാണെങ്കിലും, ഞങ്ങളുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ ലീഡർഷിപ്പാണ്, വിടില്ല. എന്ത് നടന്നു അതിന് കൃത്യമായൊരു അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കും. അതിൽ ആർക്കൊരു സംശയം